കണ്ണട ഉപയോഗിക്കാത്തവരുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു വരുന്ന സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ഫോൺ, കമ്പ്യൂട്ടർ, പിന്നെ പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇവയെല്ലാം നമ്മെ കണ്ണടയുടെ ആവശ്യകതയിലേക്കാണ് അടുപ്പിക്കുന്നത്. പണ്ടൊക്കെ പ്രായമായവർ മാത്രം ഉപയോഗിച്ചിരുന്ന കണ്ണടകൾ ഇന്ന് കൊച്ചുകുട്ടികളടക്കം ഉപയോഗിക്കേണ്ട സാഹചര്യമാണുള്ളത്. അപ്പോ പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. ഇത്രയ്ക്ക് പ്രാധാന്യമുള്ള കണ്ണട ആരായിരിക്കും കണ്ടുപിടിച്ചത്? ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും ആ ചരിത്രത്തിന് പിറകെ ഒന്ന് പോയി നോക്കാം അല്ലേ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കണ്ണട കണ്ടുപിടിച്ചതെന്നാണ് ഇന്നും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ബെഞ്ചമിൻ കണ്ടുപിടിച്ചത് ബൈഫോക്കുലുകൾ മാത്രമാണ്. ബെഞ്ചമിന് മുമ്പ് 400 വർഷത്തെയെങ്കിലും പഴക്കമുണ്ട് കണ്ണടയ്ക്ക്. 1785 സാൽവിനോ ഡി ആർമെന്റ് ആണ് കണ്ണട കണ്ടുപിടിച്ചത്. തുടർന്ന് അദ്ദേഹം തന്റെ കണ്ടുപിടുത്തം അലക്സാൻഡ്രോ ഡെല്ല സെപ്ന എന്ന ഇറ്റാലിയൻ സന്യാസിയുമായി പങ്കിട്ടു. എന്നാൽ സാൽവിനോയുടെ കണ്ടുപിടുത്തം ഡെല്ല പരസ്യമാക്കുകയും ക്രെഡിറ്റ് തന്റെ പേരിലാക്കുകയും ചെയ്തു. സാൽവിനോയുടെ കാലത്ത് ലെൻസുകൾ കോർട്ടെക്സ് ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഒരു ജോഡി ഗ്ലാസുകൾക്ക് മതിയായ ഗ്ലാസ് കുറ്റമറ്റതാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നതായിരുന്നു കാരണം. പിന്നീട് 14-ാം നൂറ്റാണ്ടോടെ വെനേഷ്യൻ ഗ്ലാസ് നിർമ്മാതാക്കൾ കണ്ണുകൾക്കായി ഡിസ്കുകൾ നിർമ്മിച്ചു. അവ ദീർഘവീക്ഷണം ശരിയാക്കാൻ ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസുകളായിരുന്നു. പിന്നീട് 1451 ജർമ്മൻകാരനായ നിക്കോളാസ് കോൺകേവ് ലെൻസുകൾ നിർമ്മിച്ചു. ഇവ സമീപ കാഴ്ചശക്തി ശരിയാക്കാൻ ഉപയോഗിക്കുന്നവയായിരുന്നു. കണ്ണടയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തായി നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട്. 1727 ബ്രിട്ടീഷ് നേത്രരോഗ വിദഗ്ധനായ എഡ്വേർഡ് സ്കോർലെറ്റ് ആയിരുന്നു അന്നത്തെ കണ്ണടകളുടെ രൂപത്തിന് സമാനമായ ഫ്രെയിം കണ്ടുപിടിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് 1784 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബൈഫോക്കലുകൾ കണ്ടുപിടിച്ചത്. ശേഷം 1827 ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ സർ ജോർജ് ബീഡൻ ഐറി ഫോക്കൽ ലെങ്ത് തിരുത്താൻ കഴിവുള്ള ലെൻസുകൾ കണ്ടുപിടിച്ചു. 1959 പ്രോഗ്രസീവ് ലെൻസും 1960 ഫോട്ടോക്രോമിക് ലെൻസും കണ്ടുപിടിക്കപ്പെട്ടു. കണ്ണടകളുടെ ആശയപരമായ മാതൃകകൾ ഇന്ന് നാം കാണുന്ന കുറിച്ചടി ഗ്ലാസുകളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ആദ്യത്തെ മോഡലുകൾ പോലും സംസ്കാരത്തിൽ നിന്ന് സംസ്കാരത്തിലേക്ക് വ്യത്യസ്തപ്പെട്ടിരുന്നു. ചില മെറ്റീരിയലുകൾ ഉപയോഗിച്ച് കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് വ്യത്യസ്ത കണ്ടുപിടുത്തക്കാർക്ക് അവരുടേതായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പുരാതന റോമാക്കാർക്ക് ഗ്ലാസ് എങ്ങനെ നിർമ്മിക്കണമെന്ന് അറിയാമായിരുന്നു. കണ്ണടകളുടെ സ്വന്തം പതിപ്പ് സൃഷ്ടിക്കാൻ ആ മെറ്റീരിയൽ ഉപയോഗിച്ചു. അങ്ങനെ പലതരത്തിലുള്ള കണ്ണടകളും ഫ്രെയിമുകളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമായി കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പ്രധാനമായും ബൈഫോക്കൽസ്, ട്രൈഫോക്കൽസ്, പോളറൈഡ് ലെൻസസ്, പ്രോഗ്രസീവ് ലെൻസ്, പ്ലാസ്റ്റിക് ഫ്രെയിം, ഫോട്ടോക്രോമാറ്റിക് ലെൻസ്, ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിംഗ് ലെൻസ് എന്നിവയാണവ. 2 തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയായിരുന്നു ബൈഫോക്കൽസ് എത്തിയത്. സാധാരണയായി 40 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന കാഴ്ച വൈകല്യത്തെ പരിഹരിക്കുന്നതിനായിരുന്നു ട്രൈഫോക്കൽസ്. ആന്റി ഗ്ലെയർ കഴിവുള്ള മെച്ചപ്പെട്ട കാഴ്ച സുഖവും വാഗ്ദാനം ചെയ്യുന്നവയാണ് പോളറോയിഡ് ലെൻസുകൾ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ദൃശ്യപരത വർദ്ധിപ്പിച്ച് മത്സ്യബന്ധനം, വാട്ടർ സ്പോർട്സ് തുടങ്ങിയ ഔട്ട്ഡോർ ഹോബികൾ നന്നായി ആസ്വദിക്കാനുള്ള സാഹചര്യവും പോളറോയിഡ് ലെൻസുകൾ ഒരുക്കിയിരുന്നു. ബൈഫോക്കലുകളും ട്രൈഫോക്കലുകളും പോലെ പ്രോഗ്രസീവ് ലെൻസുകൾക്ക് വ്യത്യസ്ത ദൂരങ്ങളിൽ വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒന്നിലധികം ലെൻസ് ശക്തികളുണ്ട്. എന്നാൽ പ്രോഗ്രസീവ് ലെൻസിലൂടെ തടസ്സമില്ലാതെ ദൃശ്യം സാധ്യമാകുന്നു. 2ാം ലോക മഹായുദ്ധ കാലത്തായിരുന്നു സൺഗ്ലാസുകൾക്കായി പ്ലാസ്റ്റിക് ഫ്രെയിമുകൾ ആദ്യമായി ഉപയോഗിച്ചത്. പിന്നീട് അവ ജനപ്രിയമായി മാറുകയായിരുന്നു, പ്രത്യേകിച്ചും ഏവിയേറ്റർ ആകൃതിയിലുള്ള ഫ്രെയിമുകൾ. 1950കളിൽ പ്രോഗ്രസീവ് ലെൻസുകൾ കണ്ടുപിടിച്ച അതേ കാലയളവിൽ പ്ലാസ്റ്റിക് കണ്ണട ഫ്രെയിമുകളും ജനപ്രിയ വസ്തുവായി മാറി. ഫോട്ടോക്രോമാറ്റിക് ലെൻസ് അഥവാ ട്രാൻസിഷൻ ലെൻസുകൾ എന്നറിയപ്പെടുന്ന ഈ ലെൻസുകൾ സൂര്യപ്രകാശത്തിൽ ഇരുണ്ടതാകുകയും വീടിനുള്ളിൽ വ്യക്തമായി തുടരുകയും ചെയ്യുന്നു. ഫോട്ടോക്രോമിക് ലെൻസുകൾ 1960കളിൽ കണ്ടുപിടിച്ചവയാണെങ്കിലും 2000ങ്ങളുടെ തുടക്കത്തോടെയാണ് ജനപ്രിയമായി മാറിയത്. 1980കളിൽ കമ്പ്യൂട്ടറുകളും പിന്നീട് സ്മാർട്ട് ഫോണുകളും നിത്യജീവിതത്തിന്റെ ഭാഗമായതോടെ ഡിജിറ്റൽ സ്ക്രീൻ ഇന്ററാക്ഷൻ കൂടുതലായി.
ഇതോടെയാണ് ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിംഗ് ലെൻസ് രംഗപ്രവേശനം ചെയ്തത്. സ്ക്രീനുകളിൽ നിന്ന് പുറപ്പെടുന്ന ചില നീല വെളിച്ചത്തോടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിലൂടെ സ്ക്രീൻ സമയം കൂടുതൽ സുഖകരമാക്കുവാൻ ഈ ഗ്ലാസുകൾ സഹായിക്കും. ഇന്നും പലതരത്തിലുള്ള കണ്ടെത്തലുകൾ ലെൻസിന്റെയും ഫ്രെയിമിന്റെയും കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഫാഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും കണ്ണടകളുടെ ചരിത്രം അത്ര വ്യക്തമല്ലെങ്കിലും അവയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം കണ്ണടയുടെ രൂപത്തിലും ഭാവത്തിലും കണ്ണടയ്ക്കുണ്ടായ പുരോഗതി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും.